ഹേ ഗായ്സ്, നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. വേറെ ഒന്നുമല്ല, ഒരു ഹെൽത്തി ആയിട്ടൊരു മുരിങ്ങയില തോരൻ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ഒരു പ്രിപ്പറേഷൻ. സോ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഓയിൽ ഒഴിക്കുക. അത് ഏത് ടൈപ്പ് ഓഫ് ഓയിലും യൂസ് ചെയ്യും. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് വേണ്ടതാണ് കടുക് പൊട്ടിക്കുക. എനിക്ക് തോന്നുന്നു സ്റ്റെപ്സ് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാ തോരൻ അല്ലെങ്കിൽ എല്ലാ മെഴുക്കുരട്ടി ആ ഒരു സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേ സവോളയാണ്. സവോള നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കട്ടെ. ഞാൻ ഇവിടെ ആകെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് കുറച്ച് സവോള ഞാൻ ഇപ്പോൾ എനിക്ക് ചെറിയ ഒരു 1 ഹോൾ സവാള ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നല്ല രീതിയിൽ സോട്ടായി ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അതുവരെ ഒന്ന് സോട്ട് ചെയ്യുക. നമ്മുടെ മുരിങ്ങയില പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ബട്ട് മുരിങ്ങയിലയ്ക്ക് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ബോൺ ഹെൽത്തിന്, സ്കിൻ ഹെൽത്തിന്, ഹെയർ ഹെൽത്തിന്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഡൈജഷന് വേണ്ടി എല്ലാത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് മുരിങ്ങയില. സോ ഇനി നമുക്ക് സവോള ഒന്ന് വാടി വന്നപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിട്ട് ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് നമ്മുടെ മുരിങ്ങയില ആഡ് ചെയ്യാം കേട്ടോ. സോ ഇന്നെന്താ ഇത്ര മുരിങ്ങ, ഇപ്പോൾ ഇത്ര ഉള്ളത്, അത് കുക്കായി വരുമ്പം ഇതിലും കുറഞ്ഞു വരും. സോ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. സോ ഇത് നമ്മുടെ മുരിങ്ങയില കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനായിട്ടാണെങ്കിൽ നല്ലപോലെ കുക്കാവണം. കുക്കായില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വയറ്റിന് പിടിച്ചില്ല എന്ന് വരും. സോ നല്ലപോലെ കുക്കാവണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയാണ് ആഡ് ചെയ്യണത്. ഇത് ഓപ്ഷണലാണ്, ഇടണമെങ്കിൽ ഇടാം. ബട്ട് ഞാൻ തേങ്ങ ഇടാൻ പ്രിഫർ ചെയ്യും, ബിക്കോസ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂട്ടും. സോ ഞാൻ തേങ്ങ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ആയിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പിടണം. ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ആൻഡ് അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രിഫറൻസാണ്. അത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ്. ഞാനിപ്പം കുറച്ചല്ല മുരിങ്ങയുള്ളൂ, സോ ഞാൻ ഒരു മുട്ട എടുക്കുന്നുള്ളൂ. മുട്ട ഇട്ടിട്ട് നല്ലപോലെ ചിക്കി ആ ഒരു നമ്മുടെ മുരിങ്ങയിലൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മുരിങ്ങയില പ്രിപ്പയർ ചെയ്യണത്. ചിലവർ ഞാൻ പരിപ്പിട്ട് നമ്മുടെ മുരിങ്ങയില ചാറ് പോലെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തോരൻ്റെ കൂടെ തന്നെ പരിപ്പിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എൻ്റെ വേർഷൻ ഇതാണ് കേട്ടോ. സോ അത്രയേ ഉള്ളൂ. ബായ്.